ഹായ്, ഗുഡ് മോർണിംഗ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നെൻ്റെ മഹാദേവൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി. ആ ഒരു അനുഗ്രഹം, മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും നന്നായിട്ട് ഏത് നിമിഷവും നമ്മൾ കൂടുതൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാളിൽ ഏറ്റവും കൂടുതൽ ഓം നമഃ ശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടന്ന അതിൻ്റേതായ ഒരു ഫലം, എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓം നമഃ ശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ചുമ്മാ മനസ്സിലായാലും ഒന്ന് ഉരുവിട്ടുകൊണ്ട് നടക്കാൻ നോക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നാൾ എനിക്ക് തന്നെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് സന്തോഷവും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എനർജി എന്താണ്? മഹാദേവൻ്റെ എന്തെങ്കിലും ഗൈഡൻസ് തരാനുണ്ടോ? മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് കാർഡ്. ഓക്കെ, സെവൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, പേസ് ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് സോൾസ്, എയ്റ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ്, ഓക്കെ, എംപറർ വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. എംപറർ ഞാൻ ഇങ്ങോട്ട് വെക്കുവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാം കൂടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നത് ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പുതിയൊരു കാര്യം തുടങ്ങാൻ, ഒരുപാട് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തുടങ്ങാൻ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇന്നത്തെ ദിവസം നല്ലതാണ്. ആ ഒരു കാര്യം തുടങ്ങി നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ആ ഒരു കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകുന്നുണ്ട്. പാസ്റ്റിലപ്പോൾ എന്ത് കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ ഒരു കാര്യം തുടങ്ങുന്ന എനർജി, അത് റിലേഷൻഷിപ്പിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ആ ഒരു വ്യക്തി തിരിച്ചു വരുന്ന എനർജിയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവർ ഒരുപാട് പശ്ചാത്തപിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് അതാണ്. പിന്നെ സെവൻ ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നത്. പുറമേ ഉള്ള ആൾക്കാരൊക്കെ കുറച്ചൊരു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിഷമം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണമായിരിക്കും നിങ്ങളുടെ അടുത്തുള്ള അവരുടെ പെരുമാറ്റമായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെല്ലാത്തിനും പ്രതികരിക്കാതിരിക്കുക. അവർ അവരുടേതായ ഒരു നിലപാടായിരിക്കും അറിയിക്കുന്നത്. നമുക്ക് സൈലൻ്റായിട്ടിരുന്നാൽ അത് എന്താണ് വലിയൊരു ഇഷ്യൂ ആയി മാറത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുക എല്ലാവരും. ഇന്നങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക. അത് ആ ഒരു സൈലൻറ്റിലൂടെ അതിനെ നേരിടുക. കാരണം ചിലപ്പോൾ നമ്മളത് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമുക്കായിരിക്കും അതിൻ്റെ ഒരു വിഷമം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രതികരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും കാണത്തില്ല, ദോഷം മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് പുറമേ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നാലും അത് ആ ഒരു രീതിയിൽ വിട്ടേക്കുക. സൈലൻ്റായിട്ടിരിക്കുക എപ്പോഴും. ഇന്നത്തെ ദിവസം നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് വിഷമിച്ചിരിക്കുന്നത്, അത് കൂടുതൽ ഫിനാൻഷ്യലി ഉള്ളൊരു വിഷമമാണെങ്കിൽ
ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടുന്ന് നിങ്ങൾ ഒന്നീ നേരത്തെ ആരോടെങ്കിലും ചോദിച്ചിരുന്ന ആ ഒരു ആൾ നിങ്ങൾക്ക് പൈസ തരുമോ, ഇല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരു ചെറിയ സേവിങ്സ് പോലെ അല്ലെങ്കിൽ ഒരു ചിട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പം പൈസപരമായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം അതിനൊരു സൊല്യൂഷൻ ഡിവൈനായിട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും പാസിൽ ചെയ്തിട്ടേക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു രീതിയിൽ നിങ്ങളിൽ നിന്ന് പൈസ തരും. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇന്ന് ചിലപ്പോൾ അവർ ഇത്ര നാൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ആർക്കെങ്കിലും കടം കൊടുത്ത പൈസ ആയിരിക്കാം. അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന എനർജിയാണ്. അപ്പം തിരിച്ച് കിട്ടുകയെന്ന് വെച്ചാൽ കൊടുത്തതാണെങ്കിൽ, അതല്ല ചോദിച്ചതാണെങ്കിൽ പോലും അവരെന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അവർ മനസ്സോടെ നിങ്ങൾക്ക് തരുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിൽ എന്തെങ്കിലും സ്വാർത്ഥതയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മളെപ്പോഴും നല്ല ഒരു നമ്മുടെ മുമ്പിലുള്ള ഓരോ വ്യക്തികളെയും ഓരോ ജീവികളെയും നമ്മൾ അത് ഓരോരോ സോളായിട്ട് തന്നെ കണ്ട് മുമ്പോട്ട് പോവുക. ഒരു കാര്യത്തിനും എല്ലാം നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ളൊരു സ്വാർത്ഥത വേണ്ട. ഇന്നത്തെ ദിവസം നല്ല മനസ്സോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇങ്ങനത്തെ ഒരു 5 സോഴ്സ് വന്നിട്ടുണ്ട്, അതേ പറഞ്ഞത്. ചിലപ്പോൾ ഒരു സ്വാർത്ഥതയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നാം. അപ്പോൾ അത് വേണ്ട. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥമുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ആ വ്യക്തികൾ എന്തെങ്കിലും അവരുടെ ഒരു രീതി കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഒരു സ്വാർത്ഥതയാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അതേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിലുള്ള ഒരു നെഗറ്റീവ്സ് എന്താണോ, ഇങ്ങനത്തെ സ്വാർത്ഥതയോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇന്ന് നല്ലൊരു ദിവസമല്ലേ. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മഹാദേവനെ മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. ഓക്കെ. പിന്നെ 8 of Wands വന്നിട്ടുണ്ട്. വിദേശത്തു നിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു ന്യൂസ്, നിങ്ങളുടെ ജോലിപരമായിട്ടോ ഇല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ന്യൂസ്, അല്ലെങ്കിൽ ഒരു വിസയൊക്കെ റെഡിയായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചില ആൾക്കാർക്ക് ഇന്ന് അത് നടക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഒരു നല്ലൊരു യാത്ര പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നായിരിക്കും ആ ഒരു യാത്രയൊക്കെ. ഒരുപാട് സന്തോഷം. ആ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ലൊരു നിമിഷമായിരിക്കും. അത്ര നല്ലൊരു യാത്രയായിരിക്കും ഇന്നത്തെ. അപ്പോൾ അങ്ങനെയൊരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. എല്ലാ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളൊക്കെ എൻഡായിട്ട് ഇപ്പോൾ ഈ ഒരു കാർഡ് വന്നതൊക്കെ ഫിനാൻഷ്യലൊക്കെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരുടെ ഒരു ശത്രുതയും സ്വാർത്ഥതയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻഡാവണം. ഒരു ഉച്ച കഴിയുമ്പോഴത്തേനൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഒരു സമയവും എല്ലാം അനുകൂലമാവുകയാണ്. കാരണം ഈ ഒരു കഷ്ടതയെല്ലാം മാറുവാണ്. ഇനി അങ്ങോട്ട് ഒരു നല്ല തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതാണ് ബോട്ടം വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനായിരുന്നു വിഷമിച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. ഡെത്ത് കാർഡ് വന്നിട്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണത്. അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അവസാനം എന്ന് വെച്ചാൽ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എംപറർ വന്നിട്ടുണ്ട്. ഒരു എംപററിനെ പോലെ വാഴാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. എന്തായാലും ജോലിപരമായിട്ടൊരു അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അപ്പം വിദേശത്ത് എന്തെങ്കിലും, അതാണ് കൂടുതലും ഞാൻ വിചാരിക്കുന്നത്, വിദേശത്ത് എന്തെങ്കിലും ജോലി കിട്ടായി ചെയ്തിട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം അത് അനുകൂലമായിരിക്കും, അത് നടക്കും. അപ്പം സക്സസ് ആണ്, നല്ലൊരു സമൃദ്ധിയാണ്. പിന്നെ നല്ലൊരു ഉണർവോടെ നല്ലൊരു തീരുമാനം എടുത്ത് മുമ്പോട്ട് വന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. അത് നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. ഒരു ഉറച്ച തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്, അതിലൂടെ വിജയം നേടുന്ന എനർജിയാണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കും. ഇനി റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെയാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വ്യക്തി വരുന്നതും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വ്യക്തി ലൈഫ് ലോങ് ഇനിയും കൂടെ കാണും. കാരണം അത്രയും ഒരു ജെന്യുവനായ ഒരു വ്യക്തിയാണ് ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി. അപ്പം ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഏതോ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നത്. അത് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സോളായിരിക്കും ആ ഒരു വ്യക്തിയുടെ ഒരു വരവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത്. ആ ഒരു വ്യക്തി ജെന്യുവനാണ്, ലൈഫ് ലോങ് കൂടെ കാണും. നിങ്ങൾക്കതും വിശ്വസിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു രാവിലെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു എനർജിയൊക്കെ ഉണ്ടെങ്കിലും
ഒരു എന്താ ഞാൻ പുറമേയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നാലും നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങളിലുള്ള കുറേ നെഗറ്റീവ്സൊക്കെ കളയുക. നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ ചിന്തകൾ ഇല്ലെങ്കിൽ കുറച്ച് ഈ ഒരു സെൽഫിഷായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. നമ്മളെല്ലാവരെയും നല്ല ഒരു എല്ലാവർക്കും എല്ലാം എന്താണ് കൊടുക്കാനും അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും ഒക്കെ നല്ലൊരു മനസ്സോടെ ഇരിക്കും എപ്പോഴും എല്ലാവരും. അപ്പം ഇന്നത്തെ ദിവസം ഇതായിരിക്കട്ടെ എല്ലാവരെയും നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പിൽ ഒരു കാര്യം വരുന്നു ഞാൻ പറഞ്ഞ പേജ് ഓഫ് ഫസ്റ്റ് ബോട്ടം വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ എന്തെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രഗ്നൻ്റ് ആവാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില ആൾക്കാർ കാണുമല്ലോ, അവർക്ക് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നിരിക്കുക ആ ഒരു കാര്യത്തിൽ. പിന്നെ അല്ലെങ്കിൽ നല്ലൊരു കുഞ്ഞ് പിറക്കുന്ന ദിവസമായിരിക്കും. അപ്പം ആ ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് റെസിഡൻ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു.